യുക്രൈനിലെ ചെർണോബിൽ ആണവ ദുരന്തത്തിനു ശേഷം നടന്ന ഏറ്റവും വലിയ ആണവ ദുരന്തം. ജപ്പാനെ അടിപതറിച്ചു കളഞ്ഞ ശക്തമായ ഭൂചലനം. തുടർന്ന് മരണത്തിന്റെ ദൂതുമായി അലറിപ്പാഞ്ഞെത്തിയ വമ്പൻ രാക്ഷസ തിരമാലകൾ. ഇവയെല്ലാം ചേർന്നതായിരുന്നു ലോകത്തെ നടുക്കിയ ഫുകുഷിമ ദുരന്തം. ദുരന്തത്തിനു മുമ്പ് ജപ്പാനിൽ 54 ആണവ നിലയങ്ങളാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നിടത്തു നിന്നും ഇപ്പോൾ ആകെ 11 ആണവ നിലയങ്ങളാണ് ആ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. മറ്റുള്ളവ ഡീകമ്മീഷൻ ചെയ്യുകയോ വീണ്ടും പ്രവർത്തിക്കാനുള്ള അനുമതിക്കായി കാത്തിരിക്കുകയോ ആണ്. ഫുകുഷിമ ദുരന്തത്തിനു ശേഷം ഇപ്പോഴിതാ ജപ്പാൻ വീണ്ടും ആണവോർജ്ജത്തിലേക്ക് തിരികെ പോകാൻ ഒരുങ്ങുകയാണ്. അതിന്റെ സൂചനകൾ ലഭിച്ചു തുടങ്ങിയിട്ട് നാളുകളേറെയായി. ആണവോർജ്ജത്തിലേക്കുള്ള രാജ്യത്തിന്റെ തിരിച്ചുവരവിനെ അടയാളപ്പെടുത്തുന്ന ഒരു ഊർജ്ജ പദ്ധതിക്ക് അംഗീകാരം നൽകിയതിന്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു UN ആണവ നിരീക്ഷണ മേധാവി ജപ്പാനിലെ തകർന്ന ഫുകുഷിമ പ്ലാന്റ് സന്ദർശിക്കുന്നതും. 2011 ഭൂകമ്പത്തെ തുടർന്നുണ്ടായ വിനാശകരമായ ദുരന്തത്തിന് കാരണമായ ഫുകുഷിമ ഡൈച്ചി പ്ലാന്റ് ഡീകമ്മീഷൻ ചെയ്യാനുള്ള ജപ്പാന്റെ ശ്രമങ്ങളെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നതിനാൽ UN മേധാവിയുടെ ഈ സന്ദർശനവും ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. 20,000 പേരുടെ മരണത്തിന് കാരണമായ ചെർണോബിലിന് ശേഷമുള്ള ഏറ്റവും വലിയ ആണവ ദുരന്തമായിരുന്നു ഇത്. പ്ലാന്റിന്റെ സുരക്ഷിതമായ ഡീകമ്മീഷൻ ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ജാപ്പനീസ് അധികാരികളുമായി ചേർന്ന് പ്രവർത്തിച്ചു വരികയാണ്. 2020 ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ മരിയാനോ ഗ്രോസിയും ഫുകുഷിമ ഡൈച്ചി ആണവ നിലയം സന്ദർശിക്കുകയും സൈറ്റ് ഡീകമ്മീഷൻ ചെയ്യാനുള്ള ജപ്പാന്റെ ശ്രമങ്ങൾക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു. ഉപയോഗിച്ച ഇന്ധന സംഭരണികളിൽ നിന്ന് ഇന്ധനങ്ങൾ നീക്കം ചെയ്യൽ, മലിനമായ ജലം കൈകാര്യം ചെയ്യൽ എന്നിവയുൾപ്പെടെ നിരവധി വെല്ലുവിളി നിറഞ്ഞ ജോലികൾ ഡീകമ്മീഷൻ പ്രക്രിയയിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ വിഷയങ്ങളിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ജപ്പാന് സാങ്കേതിക സഹായവും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഇവയ്ക്കെല്ലാം പുറമെ ആണവ വസ്തുക്കളും സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ബാധ്യതകൾ ജപ്പാൻ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പരിശോധന നടത്തുന്നുണ്ട്. സൈനിക ആവശ്യങ്ങൾക്കായി അവ വഴിതിരിച്ചുവിടുന്നില്ലെന്ന് ഉറപ്പാക്കൽ ഉൾപ്പെടെ സൈറ്റിൽ നിന്ന് ആണവ വസ്തുക്കൾ വീണ്ടെടുക്കുന്നത് നിരീക്ഷിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തലവൻ റാഫേൽ ഗ്രോസി ജപ്പാനിൽ എത്തിയപ്പോൾ അംഗീകരിച്ച പുതിയ ആണവോർജ്ജ പദ്ധതി ജപ്പാന്റെ ഊർജ്ജ നയത്തിലെ ഒരു സുപ്രധാന മാറ്റത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. ജപ്പാന്റെ ഏറ്റവും പുതിയ സ്ട്രാറ്റജിക് എനർജി പ്ലാനിൽ കാര്യമായ മാറ്റമുണ്ടായിട്ടുണ്ട്. ആണവോർജ്ജത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുമെന്ന മുൻ പ്രതിജ്ഞ ഉപേക്ഷിച്ച് പകരം 2040 ആകുമ്പോഴേക്കും പുനരുപയോഗ ഊർജ്ജത്തെ രാജ്യത്തിന്റെ ഏറ്റവും മികച്ച ഊർജ്ജ സ്രോതസ്സാക്കി മാറ്റുക എന്നതാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പുതിയ പദ്ധതി പ്രകാരം 2040 ആകുമ്പോഴേക്കും ജപ്പാന്റെ ഊർജ്ജ വിതരണത്തിന്റെ ഏകദേശം 20% ആണവോർജ്ജമായിരിക്കും. 2022 ഇത് 5.6% ഫുകുഷിമ ആണവ നിലയത്തിലെ റിയാക്ടറുകൾ അടച്ചുപൂട്ടിയത് ജപ്പാനെ ഇറക്കുമതി ചെയ്യുന്ന ഫോസിൽ ഇന്ധനങ്ങളെ കൂടുതൽ ആശ്രയിക്കാൻ നിർബന്ധിതരാക്കിയിരുന്നു. ചൈനയ്ക്ക് ശേഷം ലോകത്തിലെ രണ്ടാമത്തെ വലിയ ദ്രവീകൃത പ്രകൃതിവാതക ഇറക്കുമതിക്കാരനും കൽക്കരി ഇറക്കുമതിയിൽ 3ാമത്തെ വലിയ രാജ്യവുമായി ജപ്പാൻ മാറി. സന്തുലിതമായ ഊർജ്ജ മിശ്രിതം നേടുന്നതിനും ഹരിതഗൃഹവാതക ഉദ്വമനം കുറയ്ക്കുന്നതിനുമുള്ള ജപ്പാന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നീക്കം. ജപ്പാൻ ആണവോർജ്ജത്തിലേക്ക് ഒരു തിരിച്ചുവരവ് ആരംഭിക്കുന്ന ഈ നിമിഷത്തിൽ ഇത് പൂർണ്ണ സുരക്ഷയോടെയും സമൂഹത്തിന്റെ ആത്മവിശ്വാസത്തോടെയും ചെയ്യേണ്ടത് പ്രധാനമാണ് എന്നാണ് വിദേശകാര്യമന്ത്രിയെ സന്ദർശിച്ച ശേഷം ഗ്രോസി അഭിപ്രായപ്പെട്ടത്. ജപ്പാൻ ആണവോർജ്ജ പദ്ധതി പുനരുജ്ജീവിപ്പിക്കുമ്പോൾ സുരക്ഷയുടെയും സാമൂഹിക വിശ്വാസത്തിന്റെയും പ്രാധാന്യം റാഫേൽ ഗ്രോസിയുടെ പ്രസ്താവന എടുത്തു കാണിക്കുന്നുണ്ട്. ആണവോർജ്ജ നയം പുനഃപരിശോധിക്കുമ്പോൾ തന്നെ തകർന്ന റിയാക്ടറുകളിൽ നിന്ന് ഏകദേശം 880 ടൺ റേഡിയോ ആക്റ്റീവ് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുക എന്ന കഠിനമായ ദൗത്യവുമായി ജപ്പാൻ ഇപ്പോഴും മല്ലിടുകയാണ്. ഇത് പൂർത്തിയാക്കാൻ ഏകദേശം 40 വർഷം വരെ എടുത്തേക്കാം. ഇതിനിടെയാണ് വീണ്ടും ആണവ നിലയത്തിലേക്കുള്ള രാജ്യത്തിന്റെ തിരിച്ചുപോക്ക്. എന്നാൽ ആണവോർജ്ജം ഉപയോഗിക്കുന്ന മറ്റു പല രാജ്യങ്ങളെയും പോലെയല്ല ജപ്പാൻ. ഫുകുഷിമ ഡൈച്ചിയെ തകർത്ത തരത്തിലുള്ള ശക്തമായ ഭൂകമ്പങ്ങൾക്കും സുനാമിക്കും ജപ്പാൻ ഇനിയും ഇരയാകാൻ സാധ്യതയുണ്ട്. ഫുകുഷിമയിലേക്കുള്ള അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിയുടെ 5ാമത്തെ സന്ദർശനത്തിൽ പ്ലാന്റിനടുത്തുള്ള പ്രദേശത്തെ മലീമസമായ മണ്ണ് സംഭരണ സൗകര്യങ്ങളും അദ്ദേഹം നേരിട്ട് കണ്ടു. മലിനമായ മണ്ണിന്റെയും ചാരത്തിന്റെയും സംഭരണത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ്. 13 ദശലക്ഷം ഘനമീറ്റർ മണ്ണാണ് നീക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത് 10 സ്റ്റേഡിയങ്ങൾ നിറയ്ക്കുന്നതിന് തുല്യമാണ്. കത്തിച്ച ജൈവവസ്തുക്കളിൽ നിന്നുള്ള 3 ലക്ഷം ക്യൂബിക് മീറ്റർ ചാരവും സംഭരിക്കുന്നുണ്ട്. പ്രദേശം മാലിന്യമുക്തമാക്കുന്നതിനും റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ഇനിയും ആവശ്യമായ വലിയ പരിശ്രമത്തിന്റെ പ്രാധാന്യത്തെയാണ് ഇത് എടുത്തു കാണിക്കുന്നത്. സംഭരണ സൗകര്യങ്ങൾ ഒരു പരിധിവരെ താൽക്കാലിക പരിഹാരങ്ങൾ മാത്രമാണ്. സ്ഥിരമായ ഒരു സംസ്കരണ രീതി കണ്ടെത്തുന്നതിൽ ജപ്പാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുകയാണ്. ഫുകുഷിമയിൽ നിന്ന് കടൽ വെള്ളത്തിന്റെയും മത്സ്യത്തിന്റെയും സാമ്പിളുകൾ ശേഖരിക്കാൻ
അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി, ചൈന, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ വിദഗ്ധർ മുന്നിട്ടിറങ്ങിയിരുന്നു. ഫുകുഷിമ ഡൈച്ചി ആണവ ദുരന്തം സമുദ്ര പരിസ്ഥിതിയിൽ ചെലുത്തുന്ന സ്വാധീനം വിലയിരുത്തുന്നതിനുള്ള തുടർച്ചയായ നിരീക്ഷണത്തിന്റെയും ഗവേഷണത്തിന്റെയും ഭാഗമായിരുന്നു ഈ സാമ്പിൾ ശേഖരണ ശ്രമം. 2023 പ്ലാന്റ് ഓപ്പറേറ്ററായ ടെപ്കോ 1.3 ദശലക്ഷം ടൺ സംസ്കരിച്ച ഭൂഗർഭജലം, കടൽ വെള്ളം, മഴവെള്ളം എന്നിവയും റിയാക്ടറുകൾ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളവും കടലിലേക്ക് പുറന്തള്ളാൻ തുടങ്ങിയിരുന്നു. 2011 ആണവ ദുരന്തത്തിനു ശേഷം സ്ഥലത്ത് അടിഞ്ഞുകൂടിയ വലിയ അളവിലുള്ള റേഡിയോ ആക്റ്റീവ് ജലമാണ് ഇങ്ങനെ തുറന്നുവിട്ടിരുന്നത്. ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ നീക്കത്തെ വിമർശിക്കുകയും 2023 ഓഗസ്റ്റിൽ ജാപ്പനീസ് സമുദ്രോത്പന്ന ഇറക്കുമതിക്ക് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പുറത്തുവിടുന്ന റേഡിയോ ആക്റ്റീവ് ജലം മനുഷ്യന്റെ ആരോഗ്യത്തിനോ പരിസ്ഥിതിക്കോ കാര്യമായ അപകടമുണ്ടാക്കുന്നില്ലെന്ന് ജപ്പാനും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ചൈന ഇതുവരെയും ഈ നിരോധനം നീക്കിയിട്ടില്ല. ജാപ്പനീസ് സമുദ്ര വിഭവങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ചൈനീസ് ഉപഭോക്താക്കൾ ആശങ്കകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ചിലർ മറ്റു ജാപ്പനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ പോലും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാജ്യങ്ങളുടെ ഈ നിരോധനം ജപ്പാന്റെ സാമ്പത്തിക സ്ഥിതിയിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. 2022 ചൈനയിലേക്കുള്ള രാജ്യത്തിന്റെ സമുദ്രോത്പന്ന കയറ്റുമതി ഏകദേശം $600 മില്യൺ ആയിരുന്നു. നിരോധനം പിൻവലിക്കണമെന്ന് ജപ്പാൻ ചൈനയോട് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ആ കാര്യത്തിൽ ചൈന ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല.